ഡൽഹിയിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡൽഹി. ഭയങ്കര പുതിയ പൊൻകണി അപ്പോ ഗൈസ്, ഇന്നായിരിക്കും ഞാൻ ശരിക്കും ഒരു ഇൻട്രോ ആയിട്ട് തരാൻ വേണ്ടി പോകുന്നത്. കുറെ ദിവസമായി ഒരു വീഡിയോക്ക് നല്ലൊരു ഇൻട്രോ കൊടുത്തിട്ട് എനിക്കറിയാം. അപ്പൊ ഇന്ന് ഡൽഹിയിലെ നമ്മളെ 3ാമത്തെ ദിവസമാണ് ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻഡസ്ട്രിയൽ വിസിറ്റ് കഴിഞ്ഞ് വരുന്നു, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നു ഒക്കെയുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയൽ വിസിറ്റ് കഴിഞ്ഞത് ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു. ഇപ്പോൾ സമയം 7 മണി ആവാറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾ 7 മണിക്ക് ഡൽഹി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്, ഹോസ്കാസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അറിയില്ല എന്താവും എന്തോന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. കൈ ഞങ്ങൾ ഒരു 7:30 ആകുമ്പോഴേക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ഫിസയുടെ ഉമ്മ കാശ്മീരിലേക്ക് ട്രിപ്പ് പോവാം. അപ്പോൾ ഡൽഹിയിൽ ഒരേ സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഉമ്മാനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ചത്തോണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് ഡൽഹിയിൽ. ചില ഏരിയാസിൽ നല്ല തണുപ്പും ചില ഏരിയാസിൽ തണുപ്പില്ല. അങ്ങനെയാണോ ഗൈസ്? ഒന്ന് പറഞ്ഞു തരുമോ? തണുത്തിട്ടെടുക്കാൻ പറ്റില്ല. നമ്മള് എവിടെയോ എത്തി. നൈറ്റ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഡൽഹി എവിടെയോ ഇഷ്ടമാവുന്നുണ്ടെന്ന്. ഇതുവരെ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡൽഹി എനിക്ക് എവിടെയോ ഇഷ്ടമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എവിടെയോ മൈനാസും റസലും ഉണ്ട്. റസലിനെയും മൈനാസിനെയും പരിധി പിടിക്കണം. പിന്നെ എല്ലാം ഒരു ചടപടാ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ചത്തില്ല എന്നുള്ളൂ. നമുക്ക് നോക്കാം ഗൈസ്. അന്നൊരു നാൾ വന്നതല്ലേ കണ്ണുനീരിൽ പെണ്ണയോടെ പുഞ്ചിരിപ്പാൽ തന്നതല്ലേ. ഏത് പള്ളിയോ എന്ത് വിചാരിച്ചേ? ഫുഡ് കഴിച്ച് വന്നപ്പോൾ നിങ്ങളോട് ആരാ പറഞ്ഞ അവിടെ പോയി ഫുഡ് കഴിക്കാൻ? എത്രയാ ലേറ്റ് ആയത് എന്നിട്ട് നമുക്ക് കലമ്പ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ലഞ്ചൊന്നുമില്ല. ബ്യൂട്ടിഫുൾ ആണ്. മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിക്കാനെന്ന പോലെ നമ്മളൊരു കടയിൽ കയറിയപ്പോൾ അവിടുത്തെ പ്രൈസൊക്കെ കണ്ട് ഞെട്ടി. അപ്പോൾ നമ്മൾ ചെറുതായൊന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് മെയിനായി വേണ്ടത് എന്തെങ്കിലും സ്വീറ്റ്സ് ആയിരുന്നു. അതൊന്നും കിട്ടിയില്ല. പിന്നെ കുറേ സാങ്കേതിക തകരാറുകൾ കാരണം എനിക്ക് വ്ളോഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഗൈസ്. 2ാമത്തെ ദിവസത്തെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇൻഡസ്ട്രിയിൽ നിന്ന് നേരിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഫുഡ് പോലും കഴിച്ചിട്ടില്ല. 4 മണിയായി. നമ്മളിപ്പോ ഫുഡ് കഴിച്ചാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മള് നേരെ മെട്രോ ഒക്കെ കയറി. അതിന് മുമ്പ് കുറച്ച് മേക്കപ്പ് ഇടണം. അത് മെട്രോ ഇടാം. അപ്പൊ സമയം പോവില്ല. ഇപ്പൂടാ മെട്രോ സ്റ്റേഷനിൽ നിന്നോ? തിരിച്ചോ നീ പോകണം. നേരെ മെട്രോ കയറാനുള്ളൂ.
എന്റെ ഫോണിലടി ഇല്ലാത്ത പിന്നെ വ്ളോഗ് എടുക്കണ്ടേ ഇന്നലെ ഡൽഹിയിൽ വന്നിന് അപ്പൊ നമ്മള് രാവിലെ തന്നെ മാസം ഇപ്പൊ കുടിക്കാണ് നമ്മളുടെ മേനാസിനെ മീറ്റ് ചെയ്തു ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാം. അന്നൊരു നാൾ വന്നതല്ലേ കണ്ണുനീരിൽ അയാള് ചവിട്ടുണ്ട്. പുഞ്ചിരിപ്പാൽ തന്നതില്ലേ എന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ടും കുറച്ച് ചാർജ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷത്തില്ല. അപ്പൊ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുമോന്നും അറിയില്ല. അപ്പൊ എന്റെ വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ ഇവിടെ വെച്ച് അവസാനിക്കുമായിരിക്കും. അപ്പൊ ബൈ ഗൈസ്. എനിക്കറിയാം ഇന്നത്തത് ഞാൻ ഒന്നുമില്ല ഈ വീഡിയോയില്, ബട്ട് സ്റ്റിൽ അവസ്ഥ അങ്ങനെ ആയിപ്പോയി ഗൈസ്. ബൈ. കുറച്ച് സമയത്തിനുള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കാരണം അടുത്ത ദിവസം രാവിലെ തിരിച്ച് ഭുവനേശ്വറിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് കഴിക്കാവുന്നത് അത്രയും കഴിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എല്ലാ ഫുഡൊന്നും പറ്റില്ല. എന്നാലും ഞാനും എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്. പറയാനുള്ളത് ഒന്നും പറയാല്ലേ? കരയോ? എന്തിനാ കറിയുന്നത്? ഡൽഹി നാളെ ഞങ്ങൾ പോകും. ഞങ്ങൾ പോകും. ഞാൻ വൈകുന്നേരം കൂടെ കൊണ്ട് വീണ്ടും വരുന്നത് ഡൽഹിനോട് പ്രോമിസ് ചെയ്തിട്ടായി ഒരു ഞാൻ വരുന്നതായിരിക്കും. അവിടെ പോസ്റ്റ് ഓക്കെ ബൈ. കോണിലാണ് എന്റെ ലോകം അതിലെ സഞ്ചാരമായി